ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു ലംബോർഗിനി ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് നമ്മൾ ഫുള്ളി ട്യൂൺ ചെയ്ത് ഫുള്ളി പവറാക്കി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. ഇവൻ എന്തായാലും 400 കിലോമീറ്റർ അടിക്കാതെ പോകത്തില്ല ഗൈസ്. എന്തായാലും നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ നമ്മൾ ട്രാക്ക് ടെസ്റ്റ് ഉണ്ട്, അതെന്തായാലും കാണാത്തതുകൊണ്ട് ഉറപ്പായിട്ട് പോയി കണ്ടുപോകുക ഗൈസ്. അതിന് മുന്നേ ഇതുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം നമ്മൾ വേറെ ലാപ്പിലാണ് ഈ ഒരു ഗെയിം റെക്കോർഡ് ചെയ്തത്. പക്ഷേ ഇത് എൻ്റെ അക്കൗണ്ട് തന്നെയാണ് ഗൈസ്. അതൊക്കെ പോട്ടെ, നമ്മൾ ഈ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ലംബോർഗിനിയാണ്. ഏകദേശം ഒരു 2060 മോഡലാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഗൈസ്. ഈ ഒരു വണ്ടിക്ക് ഒരു പേരുണ്ട്, സെന്റനാരിയോ ലോ എന്നാണ് ഗൈസ് ഇതിൽ പറയുന്നത്. 774 എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേരെന്ന് അവർ പറയുന്നത് ഗൈസ്. ഞാൻ ഇത് ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഗൈസ് ഇത് പറഞ്ഞത്, കാരണം ഇത് അല്ലാതെ വായിക്കാൻ നോക്കിയിട്ട് നടന്നില്ല ഗൈസ്. നമ്മുടെ ഈ ഒരു വണ്ടി ഫുള്ളി പവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഇതിൻ്റെ ത്രെഡും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ് കാര്യങ്ങളും എല്ലാം അകത്ത് കാണാൻ പറ്റും ഗൈസ്. ഇതിൻ്റെ മീറ്റർ എന്ന് വെച്ചാൽ ഡിജിറ്റലാണ്. പിന്നെ കൂടുതലും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മറ്റേ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു സംഭവമാണ് കൂടുതലും നമുക്ക് എടുത്ത് കാണിക്കുന്നത് ഗൈസ്. വണ്ടി കാണാൻ അടിപൊളി ലുക്ക് തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം ഗൈസ്. ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ നമുക്ക് ഒന്നിച്ച് കളിക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ഒന്നിച്ച് കളിച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം ഗൈസ് എന്തായാലും. പിന്നെ എന്താ പറയുക, ഏതെങ്കിലും വണ്ടിയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. ഈ ഒരു വണ്ടിയുടെ ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്കിനി നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം ഗൈസ്. ഇപ്പോൾ ഏകദേശം 3.7 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പക്ഷേ ഗൈസ് നമുക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്. അതായത് നമ്മൾ കുറേ കറങ്ങിയാണ് ഗൈസ് പോകുന്നത്. നമ്മളിപ്പോൾ സിറ്റി ഏരിയയിലാണ്. ഇവിടെ നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ ഗൈസ്. പക്ഷേ നമ്മൾ ആ ഒരു കുറച്ച് കിലോമീറ്റർ വരുമ്പോഴത്തേലും വീഡിയോയുടെ ലെങ്തും വളരെ ഷോർട്ടായി പോകും. അതുകൊണ്ടാണ് ഗൈസ് നമ്മളിപ്പോൾ കറങ്ങി പോകാനിരിക്കുന്നത്. നമ്മളിപ്പോൾ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് പണിത് വെച്ചിട്ടുണ്ട്. കിഡിലെ ലുക്ക് തന്നെയാണ്. നല്ല പവറുണ്ട് ഗൈസ്, നല്ല പവറുണ്ട്. വണ്ടി കൊടുക്കുന്നിടത്ത് പോവുകയും ചെയ്യും, അത്യാവശ്യം കൺട്രോളും ഉണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഗൈസ് നിങ്ങൾ ഈ ഒരു വണ്ടിയുടെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചെറിയൊരു ടെർബോയുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും, ചെറിയൊരു രീതിയിൽ തന്നെ കേൾക്കാൻ പറ്റും ഗൈസ്. എന്തായാലും ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും ഗൈസ്. മെയിനായിട്ട് വേണേൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്തോ, ചിലപ്പം ഹെഡ്സെറ്റിൽ കൂടെ കുറച്ചുകൂടെ ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റിയെന്നിരിക്കും. നമുക്ക് എന്തായാലും കൊള്ളാം ഗൈസ്. നമുക്ക് സിറ്റി ഏരിയ ഉണ്ട്, അതിനനുസരിച്ചുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ലംബോർഗിനിയുടെ ചെറിയൊരു ഡിസൈൻ എഴുതിയിട്ടൊക്കെ ഉണ്ട്, ഡിസൈനല്ല ഗൈസ്, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമ്മുടെ ഡാഷ്ബോർഡിൽ പിന്നെ നമുക്ക് താഴെ വണ്ടിയുടെ എന്തോ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതെന്ത് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്കെന്താ ഗൈസ്, നമ്മുടെ വണ്ടി സെറ്റാണ്, പറക്കും ഗൈസ്. വണ്ടിയൊക്കെ സെറ്റാണ്. നമ്മുടെ ഈ ഒരു സിറ്റി ഏരിയയിൽ കൂടെ കുഴപ്പമില്ലാത്തൊരു സ്പീഡിലാണ് ഗൈസ് വണ്ടി പോകുന്നത്. എന്താ ഗൈസ്, നമ്മുടെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ ലാപ്പിലാണ് ഗൈസ് ഇത് റെക്കോർഡ് ചെയ്തേ. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത്രയും ക്വാളിറ്റി അത് ഹൈയിലാണ് എല്ലാം ഇട്ടേക്കുന്നത്. റെക്കോർഡ് ചെയ്തതിന് ചിലപ്പോൾ റെക്കോർഡറിൻ്റെ കുഴപ്പമായിരിക്കും, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് ഇത് ക്വാളിറ്റി മുമ്പേ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോക്കാളിലും കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ആണെന്ന് തോന്നിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ക് തീരും ഗൈസ്. അതാണ് നമ്മുടെ ട്രാക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളതൊരു പോകത്തില്ല ഗൈസ്. നമ്മൾ കറങ്ങി പോയിട്ട് നമ്മൾ മറ്റേ ആ ഗുഹയുണ്ടല്ലോ അവിടെ കൊണ്ട് വണ്ടി നിർത്തി ആ ഒരു അഗ്രസീവ് സൗണ്ടും ആ ഒരു ലുക്കും കാണിച്ചിട്ട് ഗൈസ് നമ്മൾ ട്രാക്ക് അടിക്കാൻ തുടങ്ങത്തുള്ളൂ. അത് എല്ലാ തവണ അങ്ങനെ തന്നെയാണ് ഗൈസ്. നമ്മൾ ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമുക്ക് ട്രെയിൻ ചേസ് ചെയ്യായിരുന്നു, പക്ഷേ ഗൈസ് ട്രെയിൻ ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. പ്രത്യേകിച്ച് ഈ ഒരു വണ്ടി കൊണ്ട് അങ്ങനെ പോകുന്നത് നടക്കത്തില്ല ഗൈസ്. നമുക്ക് വേറെ നല്ല വണ്ടി ഉണ്ടെങ്കിൽ പോകുന്നതൊക്കെ സെറ്റായിരുന്നു ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് നൈസായിട്ട് നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഇടാം ഗൈസ്. ഓക്കെ, നമ്മൾ അടുത്ത ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇനി മാപ്പൊക്കെ എടുത്തിട്ട് കുറച്ചുകൂടെ ഇത് അലമ്പാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ ലൊക്കേഷൻ ഇട്ടു. അപ്പം തന്നെ വീണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്തു ഗൈസ്. അതായത് വലിയ അലമ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതാണ് നമ്മൾ ചെയ്തത്.
പിന്നെന്താ ഗൈസ് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പറയാൻ വന്നു ഗൈസ്, നമ്മൾ ഓർക്കുന്നില്ല ഗൈസ്. വണ്ടിയുടെ പവർ നൈസ് തന്നെയല്ലേ. നമ്മളിപ്പോൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഗൈസ്, അത്യാവശ്യം നല്ല ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അതെല്ലാവർക്കും അറിയാം ഗൈസ്, എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഏതെങ്കിലും വണ്ടിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. ഇനി നമുക്ക് ഏകദേശം ഒരു 5.9 കിലോമീറ്ററുടെ ഗൈസ് നമ്മൾ പറക്കുക കേട്ടോ, പറക്കുകയാണ് സാധനം ഗൈസ്. നമ്മൾ കൊടുക്കുന്നിടത്ത് വണ്ടി ഇരിക്കും കേട്ടോ, നല്ല ഹാൻഡിൽ കൺട്രോളിങ്ങും ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന സാധനമൊന്നുമല്ല, എന്താ കൺട്രോളിങ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അത്യാവശ്യം വണ്ടി ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാം. എനിക്ക് ഈ ഒരു വണ്ടി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, കാരണം പവറിന് പവറും ഉണ്ട് ഗൈസ്, പക്ഷേ ഹാൻഡിലിങ്ങിനും ഉണ്ട്. ഈ ചെറിയ തോതിലുള്ള ഇതൊക്കെയാണ് നമ്മൾ നൈസായിട്ട് സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് നൈസായിട്ട് തന്നെ കൊണ്ടുപോകാം. ഏതോ ഒരുത്തനാണെന്ന് തോന്നുന്നു ഇപ്പം അതുവഴി അങ്ങോട്ട് പോയി. ഞാനും നൈസായിട്ട് വിചാരിച്ചു വണ്ടി ഇടിച്ചു എന്ന്, അവനും വിചാരിച്ചു. പക്ഷേ ഓൺലൈനിൽ കൂടെ ആയതുകൊണ്ട് ഗൈസ് നമ്മൾ വണ്ടി ഇടിക്കത്തില്ല, നമ്മൾ ബോട്ട് വണ്ടി മാത്രമേ ഇടിക്കത്തുള്ളൂ. ഓൺലൈനിൽ കൂടെ കളിക്കുന്ന പ്ലെയേഴ്സുമായിട്ട് നമ്മൾ വണ്ടി ഇടിക്കത്തില്ല ഗൈസ്. പിന്നെ നമുക്ക് അതുവഴിയായിരുന്നു പോകേണ്ടത്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കത്തിച്ച് വിട്ടിങ്ങ് പോകുന്നു ഗൈസ്. ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും വളവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്തായാലും ഗൈസ് നമുക്ക് ഇതുവഴി ഒന്ന് ഓടിച്ചു നോക്കാം ഗൈസ്. ചെറിയൊരു പനിയുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ ഒരു ചുമയും കാര്യങ്ങളൊക്കെ ഗൈസ്, അതൊക്കെ വിടുക. എന്തായാലും നമുക്ക് നൈസായിട്ട് വണ്ടി കൊണ്ട് ഓടിക്കാം ഗൈസ്. ഈ ഒരു റൂട്ടിൽ കൂടി ഇപ്പോൾ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ തീർന്നു ഗൈസ്, കാര്യമായി. ഇപ്പോൾ ആ ഒരു സൈഡിൽ കൂടെ വണ്ടി വന്നിരുന്നെങ്കിൽ നമുക്ക് ആ കാടിനകത്തൂടെ തന്നെ പോകേണ്ട വന്നതിന് ഗൈസ്. ക്ലൈമറ്റൊക്കെ സെറ്റാണ് കേട്ടോ, ക്ലൈമറ്റൊക്കെ വേറെ ലെവലാണ്. നമ്മൾ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് ഇതെന്ത് കളറാണ് ഗൈസ്, ഭയങ്കര ഗോൾഡായിപ്പോയി. പക്ഷെ അല്ലാത്ത സ്ഥലത്ത് കുഴപ്പമില്ലായിരുന്നു, ഇവിടെ എന്തോ പ്രശ്നം പറ്റി ഗൈസ്. നമ്മൾ ചെറിയൊരു ഡ്രിഫ്റ്റ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ, കുഞ്ഞൊരു ഡ്രിഫ്റ്റാണ് ഗൈസ്. നമ്മളെപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന കീബോർഡ് നമ്മൾ അല്ല യൂസ് ചെയ്യുന്നത്, ഇത് ആ ലാപ്ടോപ്പിൻ്റെ തന്നെ കീബോർഡാണ്. അപ്പോൾ നമ്മളെപ്പോഴും കളിക്കുന്നൊരു കീബോർഡും പിന്നെ ആ ഒരു കീബോർഡ് ഇങ്ങനെ വ്യത്യാസം വരുമ്പം നമുക്ക് പിന്നെ നൈസായിട്ടൊരു ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു ഇത് തോന്നും. അങ്ങനെ ഒരു ഇതുണ്ട് ഗൈസ് എനിക്ക് ശരിക്കും പറയാമല്ലോ. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം ഫോണാണെങ്കിലും, നമ്മളിപ്പോൾ ഒരു ഫോൺ എപ്പോഴും ഇപ്പം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോണാണെങ്കിൽ വേഗം ആ ഒരു ഫോൺ മാറ്റി വേറൊരു ഫോൺ എടുത്തിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഗൈസ് ചെറിയൊരു കംഫർട്ടബിളിന് ചെറിയൊരു പ്രശ്നം കാണും. കൺട്രോളും കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങൾ കാണും ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. ഇനി ഇവിടുന്ന് വളരെ അടുത്താണ് ഈ ഒരു വളവ് തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നത്. നേരെ നമ്മുടെ ട്രാക്ക് റിംഗ് റോഡിലേക്കാണ് ഗൈസ് പോകുന്നത്. ട്രാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിംഗ് റോഡിലേക്ക്, അവിടെ നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് കയറിയാൽ മതി ഗൈസ്. എന്താ പറയുക, വെതറൊക്കെ സെറ്റാണ്, ഒരു സീനും ഇല്ല ഗൈസ്. എനിക്കൊന്ന് സമ്മറാന്ന് തോന്നുന്നു കേട്ടോ നടക്കുന്നത്. സമ്മറാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തേലും ഒരു സീസണാണ് ഗൈസ്, എന്തായാലും നല്ല സീസണാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഇങ്ങോട്ട് നിർത്താം ഗൈസ്. ഓക്കെ, ഇവിടെ നിർത്താം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു ഏരിയ നിർത്താം ഗൈസ്. കിടിലൻ ലുക്കാണ് കേട്ടോ, കിടിലൻ ലുക്കാണ്. നല്ല ഗ്ലേസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നല്ല ഗ്ലേസിങ് ഉണ്ട്. ഇച്ചിരി അകത്തോട്ട് നിർത്താം ഗൈസ്. എന്തായാലും നമ്മൾ നല്ല ഗ്ലേസിങ് ഉണ്ട് കേട്ടോ ഗൈസ്. വണ്ടിയുടെ ലൈറ്റൊക്കെ ഓണായി, ഓഫായോ വണ്ടിയുടെ ലൈറ്റ്? ഓക്കെ, ഓണാണെന്ന് തോന്നുന്നു ഗൈസ്. വണ്ടിയുടെ ലൈറ്റൊക്കെ ഓണാണ് കേട്ടോ, വൈപ്പറൊക്കെ ഓണാണ്, എന്തോ മഴയാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, വണ്ടി എടുക്കാം. പവറായി ഗൈസ്. നമുക്ക് വണ്ടി എടുക്കാൻ സമയമായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. സെക്കൻഡ് ഗിയർ 130 ഗൈസ്. അടുത്ത ഗിയർ വീണ്. ഗൈസ്, 5ാമത്തെ ഗിയർ 270, 6ാമത്തെ ഗിയർ ഗൈസ് 353 ഗൈസ്. 7ാമത്തെ ഗിയർ ഗൈസ് 1, 2, 3 ഒക്കെ വീണത് പോലും അറിഞ്ഞില്ല. 5ാമത്തെ ഗിയറിലാണ് ഗൈസ് നമ്മൾ ലാസ്റ്റ് ഗൈസ്. 400 ഗൈസ്. ടോപ്പ് സ്പീഡ് എത്തി ഗൈസ്, 432. ആ ഒരു വളവിന് എത്ര മുന്നേ നമ്മൾ ടോപ്പ് സ്പീഡ് അടിച്ചതെന്ന് നോക്കിയ ഗൈസ്. പവർ കേട്ടോ, ഇജാതി പവർ ഒരു സാധനം. നമ്മൾ ആ 2ാമത്തെ ആ ഒരു ടണൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വണ്ടി ടോപ്പ് സ്പീഡ് അടിച്ച് ഗൈസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ചുരുക്കം വണ്ടികളേ ഉള്ളൂ ഗൈസ് ഇങ്ങനെ ടോപ്പ് വേഗം തന്നെ അടിക്കുന്നത്. അതും നല്ല കൺട്രോളും കാര്യങ്ങളും ഉള്ളൊരു വണ്ടിയാണ് ഗൈസ്. സത്യം പറയല്ല, നല്ല കൺട്രോളുണ്ട്. നമ്മളിപ്പം ഈ പോകുന്ന വഴിക്ക് ഇടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും അല്ല ഗൈസ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമ്മളിപ്പോൾ ഓടിച്ച് വരുന്ന വഴിക്ക് ഒരു വളവ് വന്നു കഴിഞ്ഞാൽ
വേഗം ഒന്ന് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് തിരിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് വണ്ടി കൈ നിൽക്കും. നമ്മൾ റിംഗ് റോഡിൽ വന്നു വേഗം വന്നു ഗൈസ്, വേഗം വന്നു. ഒട്ടും ലാഗില്ലായിരുന്നു, സത്യം പറയല്ലോ ഒട്ടും ലാഗില്ലായിരുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും പറയാം. ഏതെങ്കിലും വണ്ടിയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വേറൊരു വണ്ടി കൊണ്ടുവരാം. ഓക്കെ, ബായ്.